ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റിയൂസ് ഐഡിയ നല്ല ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി റിയൂസ് ഐഡിയയുമായിട്ടാണ്. എന്താണെന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇതുപോലെ ഒരു എസൻസിൻ്റെ ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരുടെ വീട്ടിലും മിക്കവരുടെ വീട്ടിലും കാണാതിരിക്കില്ല അല്ലേ? എന്തായാലും ഈ ബോട്ടിൽ ഞാൻ നന്നായി വാഷ് ചെയ്ത് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ആദ്യം ഇതിനൊരു യെല്ലോ കളർ പെയിന്റ് കൊടുക്കുകയാണ്. ഒരു കോട്ട് അടിച്ച് നന്നായി ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് പെയിന്റ് കൂടി നമുക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ 2 കോട്ട് പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗത്ത് ഞാൻ ത്രെഡ് ചുറ്റി കൊടുക്കുകയാണ്. നമ്മുടെ സാധാരണ ചാക്ക് ചരടുണ്ടല്ലോ, അതാണ് ചുറ്റി കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മുഴുവനായിട്ട് ഇപ്പോൾ പെയിൻ്റ് ഒന്നും നിങ്ങളുടെ കയ്യിലില്ലയെന്ന് വെച്ചാൽ ഇതുപോലുള്ള ചരടുകളോ അല്ലെങ്കിൽ വൂളൻ ത്രെഡൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ബോട്ടിൽ മുഴുവനായിട്ടും അങ്ങനെ ചുറ്റിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു ഹാഫ് ഭാഗം ഞാൻ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സാധാരണ ചാക്ക് ചരടാണ്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് കുറേ ഇങ്ങനെ നൂല് പോലെ നിൽക്കുന്നുണ്ടാവും. അതൊക്കെ കളയാനായിട്ട് ഞാൻ ഒന്നിങ്ങനെ ലൈറ്റർ യൂസ് ചെയ്തിട്ട് കരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടികൾ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ സൂക്ഷിച്ച് ചെയ്യാം കേട്ടോ. കൈയൊന്നും പൊള്ളാതെ ശ്രദ്ധിച്ച് ചെയ്യുക. നല്ലോണം തീയാക്കി കൊടുക്കരുത്. ഒന്ന് പതുക്കി ഒന്ന് കാണിച്ചാൽ മതി. അപ്പോഴേക്കും ആ നൂലൊക്കെ കരിഞ്ഞു പൊക്കോളും. എന്നാലാണ് കാണാനായിട്ട് ഒന്നും കൂടി ഒരു വൃത്തി ഉണ്ടായിരിക്കുള്ളൂ. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഞാൻ ഒരു ലേസാണ് ചുറ്റി കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലേസാണ്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് ഞാൻ ഇതേപോലെ ഒരു ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫോം ഫ്ലവർ ആണ് ഇത്, നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് കടലാസ് കൊണ്ട് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. റോസ് ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് എല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ആ ബ്ലാങ്ക് ആയി കിടക്കുന്ന ഭാഗത്ത് ഞാൻ എന്തെങ്കിലും എഴുതാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ CD മാർക്കർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എഴുതി കൊടുക്കാൻ പോകുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വാചകങ്ങളൊക്കെ എഴുതി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു വോൾ ഹാങ്ങിങ് പോലെ ചെയ്തെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഹോം സ്വീറ്റ് ഹോം എന്നാണ് എഴുതി കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ചെറിയൊരു രീതിയിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫ്ലവേഴ്സൊക്കെ വെച്ച് അറേഞ്ച് ചെയ്യണം. അതിന് മുന്നായിട്ടൊരു കുഞ്ഞു കാര്യം കൂടി നമുക്ക് ചെയ്യാം. ഈ ബോട്ടിൽ വെക്കാനായിട്ട് ഞാനൊരു ബോട്ടിൽ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്സ് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഈ ഐസ്ക്രീം സ്റ്റിക്സ് എല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതേപോലെ ഒരു ഷേപ്പിലാണ് ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി കറക്റ്റ് ആയതിനു ശേഷം ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കുകയാണ്. ഫെവിബോണ്ട് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഫെവിബോണ്ട് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഫെവിക്കോളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഏറ്റവും അടിഭാഗത്ത് മാത്രം നമ്മൾ കുറച്ചധികം പോപ്പ് സ്റ്റിക്സ് ഒട്ടിച്ചെടുക്കണം. അതായത് നമ്മുടെ ബോട്ടിൽ വെക്കാൻ അത്രയും ഭാഗത്തിനുള്ള ഐസ്ക്രീം സ്റ്റിക്സ് നമ്മൾ അവിടെ മേലേക്കായിട്ട് ഒട്ടിച്ചെടുക്കാണ്. അപ്പോൾ ഏകദേശം ഒരു 10-20ഓളം ഐസ്ക്രീം സ്റ്റിക്സ് ഞാൻ അവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അടിഭാഗത്ത് ഞാൻ 3 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നല്ല ഉറപ്പുണ്ടായിരിക്കും. ഇനി നന്നായിട്ട് ഉണങ്ങാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് പെയിന്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായി ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ യൂസ് ചെയ്ത് പെയിന്റ് ചെയ്യാം. നമ്മളിതൊരു വാൾ ഹാങ്ങിങ് പോലെയാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചുമരിനൊക്കെ മാച്ച് ആവുന്ന കളർ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ പെയിന്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പെയിന്റ് അടിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ പെയിന്റ് എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബോട്ടിൽ നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് അറേഞ്ച് ചെയ്യാം.
ഞാനിവിടെ ഇതേപോലത്തെ ഫോം ഫ്ലവേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ബോട്ടിൽ ഒട്ടിച്ചു കൊടുത്തില്ലേ, അതുപോലെ തന്നെ. ഇതല്ലാതെ നമുക്ക് ഫ്ലവേഴ്സ്, മിനി ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ വൈറ്റ് ഫ്ലവേഴ്സ് നമ്മുടെ സാധാരണ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ക്രേപ്പ് പേപ്പറോ യൂസ് ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് നമുക്ക് ചുമരിൽ വെച്ചിട്ട് കണ്ടു നോക്കാം. അപ്പോൾ നമുക്കൊന്നിലിങ്ങനെ ഹാങ് ചെയ്തിടാം, അല്ലെങ്കിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഡബിൾ സൈഡ് സ്റ്റിക്കറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ബോട്ടിൽ അതിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ അധികം വെയിറ്റുള്ള സാധനങ്ങളൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ ഈ ഫ്ലവർ സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കിയിൽ ഇതുപോലെ ചെറിയ ചെറിയ ബോട്ടിൽസൊക്കെ വെക്കാനാണെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ ക്യാൻഡിലൊക്കെ വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ്. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഈ ക്യാൻഡിൽ സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു ഫ്ലവർ സ്റ്റാൻഡ് ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ബോട്ടിൽ വെറുതെ നമ്മുടെ ഷോക്കേസിലൊക്കെ ഒരു ഷോ പീസായിട്ട് വെക്കാനായിട്ടും നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ക്രാഫ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ പുതിയതായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.